നീണ്ട 5 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ബറോസ് കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിൽ എത്തിയത്. ഒട്ടനവധി പ്രത്യേകതകളുമായിട്ടാണ് ഈ ചിത്രം പ്രദർശനത്തിനെത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മോഹൻലാലിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ആദ്യ ചിത്രം എന്നത് തന്നെയായിരുന്നു. മറ്റൊന്ന് 3D-യിലാണ് ഈ ചിത്രം ഇറങ്ങിയത് എന്നതാണ്. വാസ്കോഡ ഗാമയുടെ നിധി സൂക്ഷിപ്പുകാരനായ ബറോസ് എന്ന ഭൂതത്തിന്റെ കഥ പറയുന്നതാണ് ഈ ചിത്രം. പോർച്ചുഗീസ് പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ബറോസ് ഗാർഡിയൻ ഓഫ് ദി ഗാമാസ് ട്രഷർ എന്ന രചനയാണ് സിനിമയ്ക്ക് ആധാരം. ഫാന്റസി മൂഡിലാണ് ചിത്രം തയ്യാറാക്കിയിരിക്കുന്നത്. സംവിധായകന്റെ കുപ്പായം അണിഞ്ഞ മോഹൻലാൽ തന്നെയാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെയും അവതരിപ്പിച്ചിരിക്കുന്നത്. 2019 പ്രഖ്യാപിച്ചത് മുതൽ സിനിമയ്ക്ക് വലിയ ഹൈപ്പാണ് ലഭിച്ചത്. മോഹൻലാലിന്റെ ആദ്യ സംവിധാനത്തിൽ ഒരു ചിത്രം എങ്ങനെയായിരിക്കുമെന്ന കൗതുകം പ്രേക്ഷകർക്കുണ്ടായിരുന്നു. മാത്രമല്ല, സിനിമയുടെ പിന്നാമ്പുറ വിവരങ്ങൾ അറിയുന്നവരെല്ലാം തന്നെ ബറോസ് പ്രേക്ഷകരെ ഞെട്ടിക്കുമെന്ന പ്രതികരണങ്ങളായിരുന്നു പങ്കുവച്ചത്. പൃഥ്വിരാജ് അടക്കമുള്ളവരാണ് സിനിമ സാങ്കേതികമായ അടക്കം ഉയർന്നു നിൽക്കുന്നതാണെന്ന അഭിപ്രായങ്ങൾ പങ്കിട്ടത്. 100 കോടി ബജറ്റിൽ ഒരു ചിത്രത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരും ചില്ലറക്കാരായിരുന്നില്ല. സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സന്തോഷ് ശിവനാണ്. ജിജോ പുന്നൂസ് ആണ് തിരക്കഥ എഴുതിയത്. ഇത്തരത്തിലുള്ള ഘടകങ്ങളെല്ലാം തന്നെ ആരാധകരുടെ പ്രതീക്ഷ ഉയർത്തുകയും ചെയ്തു. പാൻ ഇന്ത്യ റിലീസായ ചിത്രം ഇതോടെ കേരളത്തിൽ അഡ്വാൻസ് ബുക്കിംഗിൽ 1 കോടിയിലധികം നേടി. രണ്ടാം ദിനത്തിലെ കളക്ഷൻ കണക്കുകളും 3 കോടിയിൽ താഴെ തന്നെയായിരുന്നു. നിലവിലെ ട്രെൻഡ് അനുസരിച്ച് ബറോസ് ബോക്സ് ഓഫീസിൽ പരാജയമാകാനാണ് സാധ്യതയേറെയും. മോഹൻലാൽ ഫാൻസ് പോലും ബറോസിനെ കൈയൊഴിഞ്ഞൊരു ലക്ഷണമാണുള്ളത്. ക്രിസ്തുമസ് ദിനത്തിൽ 9:30-ക്കാണ് കേരളത്തിൽ ബറോസിന്റെ ആദ്യ ഷോ നടന്നത്. ഈ ഷോയ്ക്ക് പോലും പല തിയേറ്ററുകളിലും ഹൗസ്ഫുൾ ആയിരുന്നില്ല. ആദ്യ ഷോയ്ക്ക് പിന്നാലെ മോശം പ്രതികരണങ്ങൾ കൂടി ആയപ്പോൾ തിയേറ്ററിലേക്കുള്ള മോഹൻലാൽ ആരാധകരുടെ തള്ളിക്കയറ്റം പൂർണ്ണമായി അവസാനിക്കുകയും ചെയ്തു.